അനുദിന വിശുദ്ധർ നവംബർ 1 സകല വിശുദ്ധരുടെയും തിരുനാൾ. ഇന്ന് നാം സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനം ആചരിക്കുകയാണ്. വിശുദ്ധീകരിക്കപ്പെട്ടവർ, നാമകരണം ചെയ്യപ്പെട്ടവർ, ദൈവത്തിന് മാത്രം അറിയാവുന്ന പ്രത്യേക നിത്യാനന്ദ ദർശനവുമായി സ്വർഗത്തിൽ വസിക്കുന്നവർ തുടങ്ങി സകലരുടെയും ദിനമാണിന്ന്. ആദ്യ നൂറ്റാണ്ടുകളിൽ സഭ വിശുദ്ധരെ രക്തസാക്ഷികൾ എന്ന നിലയിലാണ് ആദരിച്ചു വന്നത്. പിന്നീട് മാർപ്പാപ്പമാർ നവംബർ 1 സകല വിശുദ്ധരുടെയും ഓർമ്മദിനമായി തീരുമാനിച്ചു. നമുക്കെല്ലാവർക്കും വിശുദ്ധരാകാനുള്ള ദൈവിക വിളിയുണ്ട്. സ്വർഗത്തിലെ ഈ വിശുദ്ധ ഗണത്തിൽ ഉൾപ്പെടുവാൻ എന്താണ് ചെയ്യേണ്ടത്? നാം ദൈവത്തിൻ്റെ കാലടികളെ പിന്തുടർന്ന് അവൻ്റെ പ്രതിരൂപമായി മാറണം. എല്ലാ കാര്യത്തിലും സ്വർഗീയ പിതാവിൻ്റെ ഹിതം ആരായുകയും അതനുസരിച്ച് വർത്തിക്കുകയും വേണം. നാം നമുക്കുള്ളതെല്ലാം ദൈവത്തിന് മഹത്വത്തിനായി സമർപ്പിക്കുകയും അയൽക്കാരൻ്റെ സേവനത്തിന് സന്നദ്ധനാവുകയും വേണം. ഇപ്രകാരം ദൈവമക്കളുടെ വിശുദ്ധി നന്മയുടെ നല്ല വിളവെടുപ്പിന് പാകമാം വിധത്തിൽ വളരുകയും സഭാചരിത്രത്തിൽ കാണപ്പെടുന്ന നിരവധി വിശുദ്ധ ജീവിതം പോലെ ആദരിക്കപ്പെടുകയും ചെയ്യും. ലൂമൻ ജെൻസിയുമിൻ്റെ 40ാമത്തെ ഹണ്ണിയ. നവംബർ 1 ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറക്കരുത്. സഭ വർഷം മുഴുവൻ ഒന്നിനു പിറകെ മറ്റൊന്നായി ഓരോ വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. എന്നാൽ ഈ ദിവസം തിരുസഭ ഇവരെല്ലാവരെയും ഒറ്റ ആഘോഷത്തിൽ ഒരുമിച്ച് ചേർക്കുന്നു. സഭയ്ക്കറിയാവുന്ന വിശുദ്ധരെ കൂടാതെ സകല ദേശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും കുഞ്ഞാടിൻ്റെ ദർശനത്തിൽ തൂവെള്ള വസ്ത്രധാരികളായി കൈകളിൽ ഒലിവിലകളുമായി സ്വന്തം രക്തത്താൽ തങ്ങളെ തന്നെ വീണ്ടെടുത്ത രക്ഷകനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന സകല വിശുദ്ധരുടെയും ഓർമ്മ തിരുസഭ ഇന്നേ ദിവസം അനുസ്മരിക്കുന്നു. തിരുസഭ ഔദ്യോഗികമായി വിശുദ്ധരായി പ്രഖ്യാപിക്കാത്ത നിരവധി വിശുദ്ധരുണ്ട്. നമ്മുടെയൊക്കെ പൂർവികരിൽ പലരും വിശുദ്ധ ജീവിതം നയിച്ചവർ തന്നെയായിരിക്കാം. അവരുടെ സ്മരണയുടെ ദിവസം കൂടിയാണെന്ന്. സകല വിശുദ്ധരുടെയും ഈ തിരുനാൾ നമുക്ക് പ്രചോദനം നൽകുന്നതാണ്. ഈ സ്വർഗീയ വിശുദ്ധരിൽ പലരും ഒരുപക്ഷെ നമ്മെപ്പോലെ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചവരായിരിക്കാം. നമ്മളെപ്പോലെ ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ, വിശ്വാസത്തിൻ്റെ ബലം സിദ്ധിച്ചവർ, യേശുവിൻ്റെ പ്രബോധനങ്ങൾ മുറുകെ പിടിച്ച് നമുക്ക് മുന്നേ സഞ്ചരിച്ചവർ. പൗരസ്ത്യ ദേശങ്ങളിൽ ഈ തിരുനാൾ വളരെ പ്രാധാന്യത്തോടെ ആഘോഷിച്ചിരുന്നു. 8ാം നൂറ്റാണ്ടിലാണ് പാശ്ചാത്യ ദേശങ്ങളിൽ ഈ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയത്. റോമൻ രക്തസാക്ഷി പട്ടികയിൽ ഈ ദിനത്തിൻ്റെ പ്രശസ്തി ഗ്രിഗറി 4-നുള്ളതാണ്. അദ്ദേഹം മുഴുവൻ ക്രിസ്ത്യൻ ലോകത്തോടും ഈ തിരുനാൾ ആഘോഷിക്കുവാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ശേഷം വന്ന ഗ്രിഗറി 3-നും ഇത് തുടർന്നു. റോമിലാകട്ടെ മെയ് 13 സെൻറ്റ് മേരീസ് രക്തസാക്ഷികളുടെ പള്ളിയിൽ വാർഷിക ഓർമ്മ പുതുക്കൽ നടത്തി പോന്നു. വിജാതിയർ സകല ദൈവങ്ങൾക്കുമായി സമർപ്പിച്ചിട്ടുള്ള അഗ്രിപ്പായുടെ ക്ഷേത്രമായ പഴയ പാന്തിയോനാണ് ഈ പള്ളി. പിന്നീട് ഇവിടേക്ക് ബോണിഫസ് 4-മൻ ഗ്രിഗറി 7-മൻ്റെ കല്ലറയിൽ നിന്നും പല ഭൗതികാവശിഷ്ടങ്ങളും ഇവിടേക്ക് മാറ്റുകയും നവംബർ 1 ഈ ദിവസം ആഘോഷിക്കുവാനും തുടങ്ങി.